ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ PSC പള്ളിക്കൂടം ടെസ്റ്റിലെ ഒന്നാമത്തെ പാഠം രണ്ടാമത്തെ പാഠം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കാണുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ പാഠമാണ്. ഒന്നാമത്തെ പാഠം രണ്ടാമത്തെ പാഠം നോക്കി ഇനി നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ പാഠം ജലം നിത്യജീവിതത്തിൽ. ഈ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജലം നിത്യജീവിതത്തിൽ ഇതിലിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ജലത്തിൻ്റെ ഏകദേശം പ്രതിദിന ഉപയോഗം. ഇതൊക്കെ ജസ്റ്റ് ഞാൻ വായിക്കുന്നുള്ളൂ, നിങ്ങൾ കേട്ടാൽ മതി, അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കുടിക്കാൻ 2.5 to 3.5 ലിറ്റർ ആവശ്യം വരും. ഭക്ഷണം പാകം ചെയ്യാനായിട്ട് 3-4 ലിറ്റർ, പാത്രങ്ങൾ കഴുകാൻ 6-8 ലിറ്റർ, കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും 30 ലിറ്റർ, ശുചീകരണം 50 ലിറ്റർ, മറ്റ് ആവശ്യങ്ങൾക്ക് 30 ലിറ്റർ, ആകെ 121.5 അല്ലെങ്കിൽ 125.5 ലിറ്റർ ആയിരിക്കും ആവശ്യം വരിക. ഇനി ജലത്തിൻ്റെ പ്രത്യേകതകൾ. ജലത്തിന് നിറമില്ല, വ്യാപ്തമുണ്ട്, മണമില്ല. ജലത്തിന് എടുക്കുന്ന പാത്രത്തിൻ്റെ ആകൃതി ആയിരിക്കും. മനുഷ്യ ശരീരത്തിലെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ ഏകദേശം അളവ്: തലച്ചോറ് 73%, തലച്ചോറിന് 73% ജലം ആവശ്യമുണ്ട്. രക്തത്തിൽ 94% ജലം ആവശ്യമുണ്ട്. വൃക്കകൾക്ക് 79%, പേശികൾക്ക് 75%, ഹൃദയം 75% തന്നെ, ശ്വാസകോശങ്ങൾ 83%, അസ്ഥികൾക്ക് 31%. അപ്പോൾ ഇത്രയും ജലം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഓരോ ഭാഗങ്ങൾക്കും ആവശ്യമുണ്ട്. സസ്യങ്ങളിൽ ജലം വഹിക്കുന്ന ധർമ്മങ്ങൾ: ആഹാരത്തെ ഇലകളിൽ നിന്ന് മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന്, ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന്, പ്രകാശ സംശ്ലേഷണത്തിന്, സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നത്. ഇനി ജലത്തിൽ ലയിക്കാത്തവ: പഞ്ചസാര, ഉപ്പ്, തുരിശ്, അപ്പകാരം, സോപ്പും പൊടി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇതെല്ലാം ജലത്തിൽ ലയിക്കുന്നവയാണ്. ജലത്തിൽ ലയിക്കാത്തവ: മെഴുക്, വിനാഗിരി, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, കർപ്പൂരം, പെട്രോൾ. വാതകങ്ങൾ ജലത്തിൽ ലയിക്കുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജനാണ് അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. നമ്മൾ അക്വേറിയത്തിൽ മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ്. പിന്നെ സോഡ ഉണ്ടാക്കാൻ ജലത്തിൽ ലയിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡാണ്. പിന്നെ സോഡാക്കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ ഉണ്ടാകുന്നതിന് കാരണം: സോഡാക്കുപ്പി തുറക്കുമ്പോൾ ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡയോക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നു. അതുകൊണ്ടാണ് സോഡാക്കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ ഉണ്ടാകുന്നത്. ലായനികൾ: പഞ്ചസാര ലായനിയുടെ ലീനം പഞ്ചസാര, ലായകം വെള്ളം. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഒരു സംഭവമുണ്ട്. ലയിച്ചു ചേരുന്ന വസ്തുവാണ് ലീനം. നമ്മളിപ്പോൾ എന്തൊരു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പഞ്ചസാര ലായനി, ഈ പഞ്ചസാര ലായനിൽ ലയിക്കുന്നത് എന്താണ്? പഞ്ചസാര. അപ്പം അതുകൊണ്ട് തന്നെ പഞ്ചസാരയാണ് ലീനം. ഇനി ലീനം എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവാണ് ലായകം. പഞ്ചസാര വെറുതെ ഇട്ട് ലയിക്കില്ലല്ലോ, അത് വെള്ളത്തിലിട്ടല്ലേ അത് ലയിക്കുള്ളൂ. അപ്പോൾ വെള്ളമാണ് ലായകം. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. ഓക്കെ, ലീനം ലായകത്തിൽ ലയിച്ചു ചേരുന്നുണ്ടാകുന്നതാണ് ലായനി. അപ്പം പിന്നെ അടുത്തത് സോഡ എന്ന് പറയുന്നത്, സോഡയുടെ ലീനം എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ്, ലായകം വെള്ളം. നാരങ്ങ വെള്ളത്തിൻ്റെ ലീനം നാരങ്ങ നീര് അല്ലെങ്കിൽ പഞ്ചസാര, നാരങ്ങ നീരും പഞ്ചസാരയും ഉണ്ടാവും. പിന്നെ ലായകം വെള്ളമായിരിക്കും. ഉപ്പ് ലായനിൽ ഉപ്പ് ലീനം, ലായകം വെള്ളമാണ്. ചക്കപ്പശ, ടാർ എന്നിവ പറ്റി പിടിച്ചാൽ വെള്ളം കൊണ്ട് കഴുകി കളയാനാകാത്തതിന് കാരണം: ചക്കപ്പശ, ടാർ എന്നിവ ജലത്തിൽ ലയിക്കില്ല. അതിനാൽ ഇവ നീക്കം ചെയ്യാൻ വെളിച്ചെണ്ണ, മണ്ണെണ്ണ പോലുള്ള വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. ബോൾ പേനയിലെ മഷി വസ്ത്രത്തിൽ പുരണ്ടാൽ അത് നീക്കം ചെയ്യുന്ന മാർഗം: ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സാനിറ്റൈസർ, ഹെയർ സ്പ്രേ, ബേക്കിംഗ് സോഡ, വിനാഗിരി, നാരങ്ങനീര് തുടങ്ങിയവ ഉപയോഗിച്ച് നീക്കം ചെയ്യാം. വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ: മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കില്ല. ഇപ്പോൾ വെള്ളത്തിലൊരു വസ്തു ലയിച്ചു, ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ പഞ്ചസാര ലായനി പറഞ്ഞല്ലോ, ഈ പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു, പക്ഷെ ഇപ്പോൾ ഈ പഞ്ചസാര വെളിച്ചെണ്ണയിലും മണ്ണെണ്ണയിലും ലയിക്കില്ല. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്, അതിനാൽ ജലം സർവ്വലായകമാണ്. എന്നുവെച്ചാൽ യൂണിവേഴ്സൽ സോൾവെന്റ്. ജലത്തിൻ്റെ ലായക ശേഷി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ: വസ്ത്രങ്ങൾ അലക്കാൻ, കുളിക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ. വസ്തുക്കളുടെ ലായന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ഊഷ്മാവ്, പ്രതല വിസ്തീർണം, പദാർത്ഥത്തിൻ്റെ
അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നത് ജലമാണ്. ജലത്തെ പറ്റിയുള്ള പഠനമാണ് ഹൈഡ്രോളജി. ലോക ജലദിനം മാർച്ച് 22. ദേശീയ ജലദിനം ഏപ്രിൽ 14. ജലത്തിന്റെ ഖരാവസ്ഥ ഐസാണ്. ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഐസ് ഉപയോഗിക്കാറുള്ളത്? ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ, ശീതളപാനീയങ്ങൾ, ചില മരുന്നുകൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ. ഐസ് ചൂടാകുമ്പോൾ ജലമാകുന്നു. ജലം വീണ്ടും ചൂടാകുമ്പോൾ നീരാവിയാകുന്നു. വെള്ളത്തിന്റെ വാതകാവസ്ഥയാണ് നീരാവി. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ പ്രകൃതി ദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥം ജലമാണ്. ചൂട് വഹിക്കാനുള്ള ജലത്തിന്റെ കഴിവ് പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ: അരി വേവിക്കുന്നത്, വാഹനങ്ങളിലെ എൻജിൻ തണുപ്പിക്കുന്നതിന്, കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകുന്നതിന്. ഇനി എന്താണ് ബാഷ്പീകരണം? ബാഷ്പീകരണം എന്ന് വെച്ചാൽ ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ചൂടാകുമ്പോൾ ബാഷ്പീകരണ തോത് വർദ്ധിക്കുന്നു. വിതാനം പാലിക്കുന്നു എന്നത് ജലത്തിന്റെ ഒരു സവിശേഷതയാണ്. ഉദാഹരണം: ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പ് താഴുന്നു. വ്യവസായശാലകൾ നിയന്ത്രണമില്ലാതെ ജലം എടുക്കുന്നത് ആ പ്രദേശത്തെ ജലലഭ്യത കുറയ്ക്കുന്നു. ഇനി മഴത്തുള്ളി രൂപപ്പെടുന്നത് എങ്ങനെ? ജലാശയങ്ങൾ ചൂടുപിടിക്കുമ്പോൾ നീരാവി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു, പിന്നീട് തണുത്ത് മഴമേഘങ്ങളായി മാറുന്നു. അവിടെ വെച്ച് ചെറുകണികകൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. ജലമലിനീകരണം തടയാനുള്ള മാർഗങ്ങൾ: പ്രകൃതി സൗഹൃദപരമായ ഡിറ്റർജന്റുകൾ ഉപയോഗിക്കുക, കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുക, ഡ്രെയിനേജുകളിലേക്കും എണ്ണ പോലുള്ള വസ്തുക്കൾ എത്തപ്പെടാതെ നോക്കുക, ഫാക്ടറികളിലെ മലിനവസ്തുക്കൾ ഉചിതമായി സംസ്കരിക്കുക. ഭൂമിയിലെ പ്രധാന ജലശേഖരണം കടലാണ്. മഴവെള്ളം സംഭരണത്തിനുള്ള മാർഗങ്ങൾ: മഴവെള്ള സംഭരണി, തടയണ, കിണർ റീചാർജിംഗ്, കായല. റിവേഴ്സ് ഓസ്മോസിസ്: കടൽ ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ് ലയിച്ചു ചേർന്ന ലവണങ്ങൾ ഒഴിച്ചുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്ത ശേഷം ഉപ്പ് ജലത്തെ അർദ്ധധാര്യ സ്തരത്തിലോട്ട് കടത്തിവിട്ട് ലവണങ്ങളെ വേർതിരിച്ചെടുക്കുന്നു. ഇതിൻ്റെ pH ക്രമീകരണത്തിന് ശേഷം കുടിവെള്ളം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് 3ാമത്തെ പടം. ഇത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ജസ്റ്റ് വായിച്ചു പോണേന്ന്. ഇതിലധികം ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ല. വേണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് പറയാനായിട്ട് നമ്മുടെ ഈ ലോക ജലദിനം, ദേശീയ അങ്ങനെയൊക്കെ ഉള്ളൂ. അതാണ് ഞാൻ ജസ്റ്റ് വായിച്ചോളൂ. ഇതിലിപ്പം നിങ്ങൾക്ക് ഞാൻ പറയാൻ കേട്ടതാണ് നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യാൻ മാത്രമൊന്നുമില്ല. അതാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ച് പോകണം എന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. സ്പെഷ്യലായിട്ട് ഇമ്പോർട്ടൻ്റ് പഠിക്കാൻ മാത്രം ഇതിലൊന്നുമില്ല.